സൂം എല്ലാവരും സൂമിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഫൗസ്യ മിസ്സിനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളിൽ എങ്ങനെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നറിയാൻ വേണ്ടി ഈ നമ്മുടെ സൂമിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ സൂമിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. നമുക്കറിയാം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് പഠിച്ചവൻ തന്നിട്ടുള്ള അല്ലെ ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അല്ലെ. അപ്പൊ നമ്മുടെ മക്കളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മക്കളിൽ കാണുന്ന ദേഷ്യം, വാശി, അനുസരണക്കേട്, അല്ലെ ഫോൺ അഡിക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയെടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ശരി പറഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർമാം എന്ന പ്രോഗ്രാം ഇവിടെ വഴിയൊരുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വന്നിട്ടുള്ള ഫൗസ്യ മാമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മാമിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. 5 വർഷക്കാലമായി ട്രെയിനിങ് മേഖലയിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകളിലൂടെ ഒരുപാട് ആൾക്കാരിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രെയിനറാണ് നമ്മുടെ ഫൗസ്യ മാം. അതുപോലെ തന്നെ MSc ബയോകെമിസ്ട്രി, MSc സൈക്കോളജി, NLP മാസ്റ്റർ പ്രാക്ടീഷണർ, ഹിപ്നോട്ടിക് കൗൺസിലർ തുടങ്ങി നിരവധി മേഖലകളിലെ സ്വന്തമായി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മഹാവ്യക്തിത്വം കൂടിയാണ്. മാമിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരുപാട് പേരെ പേഴ്സണലി എനിക്ക് പരിചയമുണ്ട്. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ മിസ്സിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഫൗസ്യ മാമിനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം ദിസ് പ്രോഗ്രാം. വെൽക്കം മാം. താങ്ക് യു റിഹാനത്ത് മാം. താങ്ക് യു ഓൾ. ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. എല്ലാവരും ഓക്കെ അല്ലേ? എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സൂപ്പർമാം എന്ന പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സമയം മാറ്റിവെച്ചിട്ടാണ് നിങ്ങളെല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹെൽപ്ഫുള്ളായ ഒരു പ്രോഗ്രാം തന്നെ ആയിരിക്കും ഇത് എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമുക്കറിയാം ഇനി പോകുന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ. വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു മക്കളിൽ എന്തൊക്കെ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, വീഡിയോയിൽ വരാൻ കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോയിൽ വരുമോ? ഓക്കെ. നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്, നമ്മുടെ മക്കളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, അപ്പോൾ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ പറയട്ടെ, ജസ്റ്റ് റിലാക്സ് ആയിട്ട് എല്ലാവരും ഇരുന്നോളിട്ടോ. നിങ്ങളൊക്കെ ഒരു മസിലെടുത്തം പിടിക്കുകയാണെങ്കിൽ ഞാനും അതേപോലെ ഒരു മസിലെടുത്തം പിടിക്കും. അപ്പം നമുക്ക് രണ്ടുപേർക്കും സെഷൻ ഹെൽപ്ഫുൾ ആകില്ല. എന്തോ ഞാനിവിടെ നിന്ന് പറയും, നിങ്ങൾ അവിടെ നിന്ന് കേട്ടിട്ട് എഴുന്നേറ്റ് പോകേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരുന്നോളിട്ടോ. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്? ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടും? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് വരുമോ? ചേഞ്ച് വരുത്താൻ, മക്കളുടെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ. ഓക്കെ, താങ്ക് യു ഹെൻസ മാം. ഞാനിവിടെ ഇരിക്കാം, ബാക്കിയുള്ളവരൊക്കെ ടൈപ്പ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കേണ്ട. ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പോയിക്കോളി, എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഒരു ഉദ്ദേശം ഉണ്ടാവണം എന്നല്ലേ, ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നല്ലേ? ഓക്കെ, പാരൻറ്റിങ്ങിൽ ഒരു ചേഞ്ച് വരുത്താൻ. ടു ലേൺ അബൌട്ട് പാരൻറ്റിങ് ചേഞ്ചസ് ഇൻ മൈ ലൈഫ്. ഓക്കെ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ടു ഇംപ്രൂവ് മൈ പാരൻറ്റിങ്, നല്ല ഒരു പാരൻ്റ് ആവാൻ വേണ്ടി, ഒരു നല്ല ഒരു
മകനെ വളർത്താൻ വേണ്ടി, ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, എന്നിലൊരു മാറ്റം വരുത്താൻ, പാരൻറ്റിങ് ഒരു ചേഞ്ച് വരുത്താൻ, ടു ലേൺ അബൌട്ട് പാരൻറ്റിങ്. എനിക്ക് എൻ്റെ മോളുടെ കൂടെ ഹാപ്പി ആയി കഴിയണം, അവളോടുള്ള എൻ്റെ ദേഷ്യം ഒന്ന് മാറിക്കിട്ടണം. തീർച്ചയായും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മക്കള് പറയാം, ഓക്കെ, ഞാനൊരു ഉമ്മയാണ്, എന്നിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നറിയാൻ വേണ്ടി. വെരി ഗുഡ്. നമ്മുടെ ലൈഫ് ചേഞ്ച് ആകാൻ ഒരു മദർ എന്ന നിലയിൽ എനിക്ക് വരുത്തേണ്ട ചേഞ്ചിന് വേണ്ടി, ഓക്കെ. യൂട്യൂബ് ലൈവ് നമ്മൾ പ്ലാൻ ആക്കിയിരുന്നില്ല മാം. ഓക്കെ, നെക്സ്റ്റ് ടൈം നമുക്കത് പ്ലാൻ ആക്കാം. പുതുതായി എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട്, ഓക്കെ. എൻ്റേത് കറക്റ്റ് പാരൻറ്റിങ് ആണോ എന്ന് അറിയാൻ വേണ്ടി, ഓക്കെ, വെരി ഗുഡ്. പാരൻറ്റിങ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി, പാരൻറ്റിങ് അടിപൊളിയാവാൻ, എൻ്റെ മക്കളുടെ നല്ല ഉമ്മയാവാൻ, ടു ഗെറ്റ് ലവബിൾ ചിൽഡ്രൻ, പാരൻറ്റിങ് എൻജോയ് ചെയ്യാൻ, കുട്ടികൾ നമ്മുടെ നല്ല നിലയ്ക്ക് കുട്ടികൾ നമ്മളുടെ അടുത്ത് നല്ല പോലെ പെരുമാറാൻ, ഓക്കെ. അപ്പോൾ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗോളുകളുമായിട്ടാണ് ഇതിൽ പലരും ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ചർച്ച ചെയ്യാം. മക്കൾക്ക് വേണ്ടി പുതിയ പാഠങ്ങൾ പഠിക്കാൻ, ഓക്കെ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റാണ്, നമുക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്, അല്ലേ? ഗിഫ്റ്റ് ആണോ? അല്ലെങ്കിൽ ഇപ്പം ചാറ്റ് ബോക്സിൽ ഞാൻ എടുത്ത് പറയുന്നില്ല, ചില ആളുകൾ പറയുകയുണ്ടായി, ഞാനും കുട്ടികളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു പ്രായമായി 18-17 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് കുട്ടികൾ നമ്മളോട് പെരുമാറുന്ന രീതി, അപ്പം നമ്മൾ രണ്ടുപേരും, ഞാനും എൻ്റെ കുട്ടിയും തമ്മിൽ ഒരു ശത്രു എന്നുള്ള രീതിയിലായി. അപ്പം എന്താ, എൻ്റെ കുട്ടിക്ക് എന്നോട് സ്നേഹം തോന്നാൻ, അല്ലെ കുട്ടിയുമായിട്ട് ഞാൻ നല്ല രീതിയിൽ പെരുമാറാൻ എന്ന് വരെ പറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ മക്കള്, നമുക്ക് ആ ഒരു സ്ഥാനത്ത് മക്കളില്ലായിരുന്നെങ്കിൽ ആ ഒരു മക്കൾ നമുക്ക് എത്രമാത്രം പ്രഷ്യസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ആ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു മക്കൾ എന്ന് പറഞ്ഞാൽ ദൈവം തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് നമുക്ക്. ആ ഒരു കുഞ്ഞു മക്കളുടെ ഒരു ഫേസ് നിങ്ങൾ ജനിച്ച സമയത്ത്, നിങ്ങളുടെ കയ്യിലേക്ക് തന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുപ്പത്തിലുള്ള ഓരോ കുട്ടികളെയും ഓർക്കുന്ന സമയത്ത്, നമ്മുടെ കയ്യിൽ തന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എടുത്ത് പിടിക്കുന്ന സമയത്ത് ആ ഒരു ഓമനത്തോടു കൂടി ജസ്റ്റ് എല്ലാവരും ഒന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് മനസ്സിലേക്ക് കാണുമോ? ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കോ? ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഒരു ചെറിയ പുഞ്ചിരി മുഖത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടീനെ ഏറ്റവും സന്തോഷത്തോടു കൂടി, കെയറോടു കൂടി കാണുന്ന ആ ഒരു മൊമെൻ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഓരോ മക്കളെയും മാറി മാറി കൊണ്ടുവരിക. അവരുടെ ആ കുഞ്ഞി പുഞ്ചിരി, കുഞ്ഞി ചുണ്ട്, കുഞ്ഞി മൂക്ക്, കവിളുകൾ, ജസ്റ്റ് അവരിലേക്കൊന്ന് നോക്കുക. ഓക്കെ, സാവധാനം തിരിച്ചു വരിക. ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഓമനത്തുള്ള മുഖം, അല്ലേ? എന്ത് ക്യൂട്ടായിട്ടുള്ള ബേബിയാണ്. ആ ഒരു കുട്ടികളെ കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു മക്കളിൽ അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ടിപ്സുകൾ ഉപയോഗിച്ചാൽ അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്ന് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? നമ്മൾ പാരൻറ്റിങ് പഠിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെ ഉമ്മ വളർത്തിയ രീതിയിൽ, അല്ലെ അമ്മയുടെ അമ്മ വളർത്തിയ രീതിയിൽ, അവരിൽ നിന്ന് ഇങ്ങനെ കൈമാറി കിട്ടിയ ആ ഒരു രീതി കണ്ടങ്ങ് പഠിച്ചാൽ മതിയോ? കപ്പാസിറ്റി ആയിന്ന് കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് 100ൻ്റെ ലിങ്കാണെന്ന്, 100 ആണ് മാക്സിമം പാർട്ടിസിപ്പൻസ് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് കയറാൻ സാധിക്കാത്തത്. ഹിജാബിൻ കണ്ണൂർ. ഓക്കെ, നമുക്ക് യൂട്യൂബ് ലിങ്ക് കൊടുക്കാം കേട്ടോ. യൂട്യൂബ് ലിങ്ക് കൊടുക്കാം. മാക്സിമം കപ്പാസിറ്റി 100 ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം, സമയം കളയണ്ട. ഓക്കെ, അപ്പം നമുക്കറിയാം, നമ്മൾ പഴയ രീതി തന്നെ കോപ്പി ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ മക്കൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുമോ? നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി ചെയ്യുന്നേ, അതായത് വടിയെടുക്കാതെ, കണ്ണുരുട്ടാതെ, ദേഷ്യപ്പെടാതെ നമ്മുടെ മക്കൾ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഏതെങ്കിലും പാരന്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതേ പാരന്റിങ് രീതി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി അതല്ല,
മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അതേ രീതി തന്നെ മതിയോ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളെക്കാൾ കുറച്ചുകൂടെ ഒരു മുതിർന്ന ഒരു 35-40 വയസ്സിനിടയിൽ പ്രായമുള്ള ഒരു പാരൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് നമ്മുടെ പാരൻസ് പറഞ്ഞു തന്നിട്ടുള്ളൊരു യുഗത്തിലേക്ക് നമ്മൾ പോവുക. നമ്മളുടെ പാരൻസിൻ്റെ, അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പാരൻസ് പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥയിലേക്ക് പോവുക. പണ്ടൊരു കാളവണ്ടി പാരൻറ്റിങ് ആയിരുന്നു. കാളവണ്ടിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇന്നെന്താണ്? മക്കള് ഏത് ടൈപ്പ് ഡൂക്ക് അതുപോലുള്ള പല തരത്തിലുള്ള ബൈക്കുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്, ഫ്ലൈറ്റിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പ്രൈവറ്റ് ജെറ്റുകൾ കരസ്ഥമാക്കണം, സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണ്. അത് സ്വന്തമായിട്ട് പണിയണം, സ്വന്തമായിട്ട് എനിക്കൊരു ബ്രാൻഡ് ഇറക്കണം, ഒരു കാറിൻ്റെ ഒരു ബ്രാൻഡ് ഇറക്കണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. എന്തിനു പറയുന്നു? ഈ ഫോണിലെ പല കാര്യങ്ങളും നമ്മൾ അറിയാഞ്ഞിട്ട് നമ്മുടെ മക്കളുടെ അടുത്ത് മോളെ ഇതെങ്ങനെ ശരിയാക്കണേ, മോനെ ഇതെങ്ങനെ ആക്കണേ. ഇപ്പോൾ ഈ പലരും സൂമിലേക്ക് ജോയിൻ ചെയ്യുന്നത്, ഇതെങ്ങനെ ഇതിൽ കയറുന്നേ, ഇതിൽ ഓഡിയോ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, വീഡിയോ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മക്കളുടെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മക്കളാണ്. ഞാനൊന്ന് ചോദിച്ചോളട്ടെ, നമ്മളെക്കാൾ കൂടുതൽ അറിവും ബുദ്ധിയും കഴിവും ഉള്ള കുട്ടികളാണ് നമ്മുടെ മക്കൾ, ശരിയാണോ? എന്ത് തോന്നുന്നു? ശരിയാണോ? എന്ത് തോന്നുന്നു? യെസ്, പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ വന്നോളൂ കേട്ടോ. യെസ് ആണ്, 100% ശരിയാണ്. ഇനി അല്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ പേരൻസിനെയും നമ്മളെ വെച്ച് നോക്കിയാൽ മതി. അവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കാണ് അറിയുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെക്കാൾ ബുദ്ധിയും അറിവും കഴിവും ഉള്ള മക്കളെ നല്ല രീതിയിൽ വളർത്താനും അവരുടെ വളർച്ചയ്ക്ക് സഹായകമാവാനും ഉറപ്പായും നമ്മൾ ചില ടെക്നിക്കുകൾ, ചില പൊടിക്കൈകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾ പണ്ട് ഫേസ്ബുക്ക് ആയിരുന്നെങ്കിൽ ഇപ്പം മക്കൾ ഇൻസ്റ്റഗ്രാമിലായിരുന്നു. ഒരു 2 വർഷം മുമ്പ് വരെ മക്കൾ ഇൻസ്റ്റഗ്രാമിലായിരുന്നു. അപ്പം എന്തായി, നമ്മൾ പാരൻസ് പതിയെ ഇൻസ്റ്റഗ്രാമൊക്കെ പഠിച്ച് ഇൻസ്റ്റഗ്രാമിൽ കയറിയപ്പോഴത്തേക്ക് അവരടുത്തയിലേക്ക് പോയി, അവർ ത്രെഡിലേക്ക് പോയി. ഇനി നമ്മൾ അടുത്ത ത്രെഡ് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരടുത്ത ആപ്പിലേക്ക് പോകും. അതായത് തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അവിടെ നിർത്തി അവർ വേറൊരു ആപ്ലിക്കേഷനിലൂടെ പോലും പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങളും സൂക്ഷിക്കാനും രഹസ്യമാക്കാനും കഴിവുള്ള ഒരു കാലഘട്ടമാണിത്. അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന സമയം മുതൽ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ ടൈം മുതൽ പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പണ്ട് വീട്ടിൽ വെച്ചായിരുന്നു ഡെലിവറി, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകില്ലായിരുന്നു. ഇനി ഓക്കെ, അല്ലെങ്കിൽ അത് വീട്ടിൽ വെച്ച് തന്നെ അതേ രീതിയിൽ പോകുമായിരുന്നെങ്കിൽ ഇന്ന് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി മുതലേ തയ്യാറാകാൻ വേണ്ടി പോലും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇനി ഓക്കെ, അല്ലാണ്ട് പ്രഗ്നൻ്റ് ആയാലും ആയി എന്ന് അറിഞ്ഞ് അത് കൺഫേം ചെയ്യാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അന്ന് മുതലേ തന്നെ നമ്മൾ ഹോസ്പിറ്റല്, ഡോക്ടർമാർ അവർ പറയുന്ന രീതിയിൽ റെസ്റ്റ് എടുത്ത് ആ രീതിയിലാണ് പോകുന്നത്. പണ്ടാണെങ്കിൽ അരി അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രസവിച്ചു എന്നൊക്കെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാലഘട്ടമായിരുന്നു പണ്ടെങ്കിൽ. ഇന്ന് ആ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് കത്തുകൾ അയച്ചായിരുന്നു, അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ലാൻഡ് ഫോണിൽ വിളിച്ചായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് ലൈവാണ്. അപ്പം നമ്മളങ്ങോട്ട് അല്ലെ, ഒരാൾ പുറത്തേക്ക് പോവുകയാണ്, ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ലൈവാണ്, അല്ലെങ്കിൽ ഓക്കെ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ അത് ലൈവാണ്. ലൈവായിട്ട് തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത്രയും മാറ്റമുള്ള ഒരു കാലഘട്ടമാണ്. ഈവൻ നമ്മൾ ഭക്ഷണ സാധനങ്ങളിൽ നോക്കുകയാണെങ്കിൽ പണ്ട് ഭക്ഷണങ്ങൾ കിട്ടാനില്ലായിരുന്നു, കുട്ടികൾക്ക് ഭക്ഷണത്തിന് വകയില്ലായിരുന്നു, അത് കിട്ടാത്തതായിരുന്നു ബുദ്ധിമുട്ടെങ്കിൽ ഇന്ന് മക്കൾ കഴിക്കാത്തതാണ് ബുദ്ധിമുട്ട്. പുറകെ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണെങ്കിലും കൊണ്ട് നടന്ന് വായിൽ കൊടുത്ത് നമ്മൾ കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ താമസിക്കുന്ന, അതായത് 2 യുഗങ്ങളും തമ്മിലുള്ള ഒരു അന്തരമാണ് ഞാൻ പറഞ്ഞത്. 2 കാലഘട്ടവും തമ്മിലുള്ള അന്തരം പഴയ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ മക്കളെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വളർത്താനായിട്ട് സാധിക്കുകയില്ല. കാരണം പണ്ടുള്ള കുട്ടികൾക്ക് ഉമ്മമാരെ, ഉപ്പമാരെ, അച്ഛന്മാരെ, അമ്മമാരെയൊക്കെ പേടിയായിരുന്നെങ്കിൽ ഇന്ന് കുട്ടികൾ നമ്മളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ എന്തമ്മ അങ്ങനെ, എന്താ എന്നോട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മക്കൾ ഉറപ്പായും നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഓക്കെ അല്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നില്ലേ? യൂട്യൂബ് ഓക്കെ, ആളുകൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുള്ള ന്യൂസ് കേൾക്കുമ്പം വിഷമമുണ്ട്.
പക്ഷെങ്കിൽ ഇത് മാക്സിമം ലിമിറ്റ് 100 അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ആളുകളെ ജോയിൻ ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. മാക്സിമം നമ്മൾ എത്രയും വേഗം തന്നെ നമ്മൾ യൂട്യൂബ് ലിങ്ക് നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ മക്കൾ ഇന്ന് നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതേപോലെ തന്നെ പണ്ട് കുട്ടികൾ മുറ്റത്തൂടെ ഇരുന്ന് കളിക്കും, അല്ലെ മുറ്റത്തിരുന്ന് കളിക്കുമായിരുന്നെങ്കിൽ ഇന്ന് മക്കൾ മുറ്റത്ത് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. അല്ലെങ്കിൽ വെയിൽ കൂടുതലാണെങ്കിൽ സൂര്യാഘാതമേക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക്ക് ആകുമോ എന്നുള്ള ഒരു പേടിയാണ്. അത് പലപ്പോഴും അത് അതേപടി സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം കെയറിങ്ങോട് കൂടി നമ്മൾ മക്കളെ വളർത്തുന്ന സമയത്ത് അവരെ നമ്മൾ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുക. നമുക്ക് ഫ്രീഡം കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മക്കളെ ഒരു വീടിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഗേറ്റിനുള്ളിൽ തന്നെ അവിടെ തന്നെ നമ്മുടെ കുട്ടികളെ ഇരുത്താനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ ചോദിച്ചോളട്ടെ, നിങ്ങളുടെ മക്കളെ ഒരു കാര്യം അനുസരിപ്പിക്കണം, അല്ലെ കുട്ടി ഇന്നത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് എന്തൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ വരുമോ? ഓക്കെ, ചാറ്റ് ബോക്സിൽ ലൈവ് ആയിക്കോട്ടെ. വീഡിയോ ഓണാക്കാത്ത കുറേ ആളുകളുണ്ട്, അപ്പോൾ അവരൊക്കെ ചാറ്റ് ബോക്സിൽ ലൈവ് ആയിക്കോട്ടെ. വീഡിയോ ഓണാക്കിയവർക്കായിരിക്കും കുറച്ചൊന്ന് ചാറ്റ് ബോക്സിൽ വരാൻ ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ, എന്തേലും ഓഫർ വെക്കും. ഓക്കെ, മുഹമ്മദ് ഷെഫീഖ്, ഓക്കെ, നല്ല ഐഡിയ ആണ് അല്ലേ? എന്തെങ്കിലും ഓഫർ വെച്ചാൽ ഇന്നത് തരാം, ഇന്നത് വാങ്ങിച്ചു തരാം, മുട്ടായി വാങ്ങിച്ചു തരാം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം കുട്ടിയോട് പറയും മോനെ ഇങ്ങനെ ചെയ്യണം, അല്ലെ മോളെ ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. ഓക്കെ, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇനിയും അടുത്തത് സ്നേഹത്തോട് പറയും, ചിലപ്പോൾ നടക്കും. ഓക്കെ, നടന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? കുട്ടിയോട് നിങ്ങൾ പറഞ്ഞിട്ട് കുട്ടി അത് അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക? നിനക്കത് നന്നായി ചെയ്യാൻ പറ്റും. ദേഷ്യം പിടിക്കും. ദേഷ്യം ഏതൊക്കെ രീതിയിലാണ്? ഷൗട്ട് ചെയ്യും, അടിക്കും. ഓക്കെ, വരട്ടെ. നമ്മളൊന്ന് കണ്ണുരുട്ടി കാണിച്ചു നോക്കാം. ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണുരുട്ടി ഒന്ന് കാണിച്ചു നോക്കും. കാരണം അവരുടെ മുമ്പ് വെച്ച് ദേഷ്യപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ ഉമ്മ ദേഷ്യപ്പെട്ടു കുട്ടി അങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞു പോവില്ലേ? അപ്പോൾ എന്താവും? ഒന്ന് കണ്ണുരുട്ടി കാണിക്കും. അതിന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വിളി, ഡാ അല്ലെ ഡേ എന്ന് വിളിക്കുന്നതിലൂടെ അവരൊന്ന് സൈലന്റ് ആവും നോക്കും. അതിനും രക്ഷ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വടിയെടുക്കും. ഇതേ രീതി തന്നെ നമ്മൾ കുറേയായി ഫോളോ ചെയ്യുന്നു അല്ലേ? ഇത് കുറേയായി ഫോളോ ചെയ്തിട്ടും ഒരു റിസൾട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ, റിസൾട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അന്നേരം ഒരു റിസൾട്ട് ഉണ്ടാവും. നാളെ വീണ്ടും വടിയെടുക്കേണ്ടി വരികയാണെങ്കിൽ, നാളെ വീണ്ടും കണ്ണുരുട്ടേണ്ടി വരികയാണെങ്കിൽ, നാളെ വീണ്ടും ദേഷ്യപ്പെടേണ്ടി വരികയാണെങ്കിൽ അതൊരു മരുന്നാണോ? അതൊരു റെമഡിയാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം റെമഡി ആവണമെങ്കിൽ അല്ലെങ്കിൽ പരിഹാരമാകണമെങ്കിൽ ഇപ്പം നമ്മളൊരു പനിക്ക് വേണ്ടി മരുന്ന് കൊടുക്കുന്നു, പാരസെറ്റമോൾ കൊടുക്കുന്നു, കുട്ടിയുടെ പനി മാറുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും പനി വരുന്നു, വീണ്ടും പാരസെറ്റമോൾ കൊടുക്കുന്നു, പനി കുറയുന്നു, വീണ്ടും പനി വരുമ്പോൾ വീണ്ടും പാരസെറ്റമോൾ തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയും? എത്ര നാളായി കുഞ്ഞിന് പാരസെറ്റമോൾ കൊടുക്കുന്നു, ഇനി ഇത് തന്നെ കൊടുത്താൽ എന്താ ശരിയാവുക? എങ്ങനെ ഇത് ശരിയാവുക? കുഞ്ഞിനെന്തെങ്കിലും വേറെന്തെങ്കിലും പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ കുറേ ആയി അടി കൊടുക്കുന്നു, പരിഹാരം വരുന്നു, വീണ്ടും ചെയ്യും, വീണ്ടും അടി കൊടുക്കും. ഇതേ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഈ മരുന്ന് കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. താൽക്കാലിക ശമനം മാത്രമാണ് ഉണ്ടാവുന്നത്. ഒരു ഡോക്ടറെ അടുത്ത് പോയി ഈ പാരസെറ്റമോൾ തന്നെയാണ് തന്ന് നമുക്ക് നമ്മുടെ കുട്ടിക്ക് തരുന്നതെങ്കിൽ വീണ്ടും നമ്മൾ ആ കുട്ടിയെ കൊണ്ട് പാരസെറ്റമോൾ കൊടുക്കാൻ പോകുമോ ഡോക്ടറെ അടുത്ത്? ഇല്ല. അപ്പോൾ ഉറപ്പായും അതല്ല അതിൻ്റെ മരുന്ന്, മറ്റൊരു മരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപടി ചെയ്യുന്നില്ലെങ്കിൽ ഇതിനുള്ള റെമഡി എന്ന് പറയുന്നത് അടിയല്ല, അല്ലെങ്കിൽ വഴക്കല്ല, ചീത്ത പറയലല്ല. അതിനുള്ള മറ്റൊരു പരിഹാരമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ സൂപ്പർമാം എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ 1 മന്ത് പ്രോഗ്രാമാണ്. അതിൽ 12 ദിവസത്തെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ചോദിക്കാനും മക്കളുടെ ദേഷ്യം, വാശി, അനുസരണക്കേട് അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനും അതിന് പരിഹാരം ലൈവിൽ തരികയും അതുപോലെ തന്നെ ആക്ടിവിറ്റി കാര്യങ്ങൾ ഗ്രൂപ്പിൽ ചെയ്യിക്കുകയും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റം, നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കൾ മാറുന്ന സമയത്ത്, അല്ലെ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന സമയത്ത് ഉറപ്പായും നമ്മളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. കാരണം കുട്ടികൾ പഠിക്കുന്നില്ല, അല്ലെ നമ്മുടെ മക്കൾ പഠിക്കുന്നില്ല, അല്ലെ മക്കളുടെ ക്യാരക്ടർ ഓക്കെ അല്ല എന്ന് വരുന്ന സമയത്ത് ഒരു അമ്മ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഉമ്മ എന്നുള്ള നിലയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ക്യാരക്ടർ മാറും. ഇല്ലേ? നമുക്ക് ദേഷ്യം വരൂലേ? ഉറപ്പായും ഷുവർ. അത് പാത്രങ്ങളിലായിരിക്കും തീർക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം
ആ ഒരു ടെൻഷനും സ്ട്രെസ്സും എടുത്തു വെച്ച് നമുക്ക് ടെൻഷനാകും, തലവേദനയാകും, ആരോഗ്യത്തെ ബാധിക്കും, പല വേദനകളാകും. ഇത്തരത്തിൽ നമുക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ശരിയല്ലേ? യെസ്, ഷുവർ, ഓക്കെ. അപ്പം നമുക്കറിയാം, നിലവിൽ നമ്മൾ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മരുന്ന്, അല്ലെങ്കിൽ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളെ ഒരു കാര്യം അനുസരിപ്പിക്കണമെങ്കിൽ ആദ്യം പറയും, സ്നേഹത്തോടെ പറയും, എന്തെങ്കിലും കാര്യം ഓഫർ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ വടിയെടുക്കും. ഇത് അനുസരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വടിയെടുക്കും, അടി കൊടുക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും, കണ്ണുരുട്ടും. ഇതുകൊണ്ട് നമുക്ക് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പായും നമ്മൾ മറ്റൊരു സൊല്യൂഷൻ, മറ്റൊരു പരിഹാര മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്. റെഡിയാണോ നിങ്ങൾ സ്വീകരിക്കാൻ? യെസ്, ഓക്കെ. നമുക്കറിയാം, നമ്മളുടെ മതവിശ്വാസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു മതത്തിലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഇപ്പോൾ മക്കളെ പരിപാലിക്കുന്നത് പോലെ ദേഷ്യപ്പെട്ടോ വടിയെടുത്തോ ചീത്ത പറഞ്ഞോ ആയിരുന്നില്ല അവരാരും മക്കളെ വളർത്തിയിരുന്നത്. പ്രവാചകനാണെങ്കിലും പല ഗുരുക്കന്മാരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും പല മതപണ്ഡിതന്മാരിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പോഴത്തെ എല്ലാ മതപണ്ഡിതന്മാരെയും ഞാൻ പറയില്ല, ഓക്കെ, അതിന് മുമ്പുള്ള നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇസ്ലാം മത വിശ്വാസപ്രകാരമാണെങ്കിൽ പ്രവാചകൻ എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റു പല മതവിശ്വാസങ്ങളിലുമുള്ള ആളുകളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മതത്തിനെ വെറുതെ കൂട്ടുപിടിക്കുകയാണ്. അവരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കുട്ടികളെ നോക്കിയിരുന്നത്. അവരൊക്കെ എത്രമാത്രം സ്നേഹത്തോടു കൂടിയായിരുന്നു മക്കളെ നോക്കിയിരുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചരിത്രങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട്. ക്ഷമയാണ് വേണ്ടത്. ഓക്കെ, ഓക്കെ. വെറുതെ ക്ഷമിച്ച് പോയത് കൊണ്ട് മക്കൾ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ആ ദേഷ്യം നമുക്ക്, ആ ക്ഷമ നമ്മളെ പല അസുഖങ്ങളിലേക്കും ആയിരിക്കും എത്തിക്കുക. ഓക്കെ, അപ്പം അതിനുള്ളൊരു റെമഡി, അല്ലെങ്കിൽ അതിനുള്ളൊരു പരിഹാരം നമുക്ക് വേണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ടെക്നിക്ക്, തന്ത്രം നമ്മുടെ മക്കളെ നേരായ പാതയിൽ നടത്താനായിട്ട്, അല്ലെങ്കിൽ അവർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായി അനുസരിക്കാനും പഠിക്കാനും ചില ശീലങ്ങൾ വളർത്തിയെടുക്കാനും എന്താണ് നമ്മുടെ മക്കളിൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുക? നിങ്ങൾക്ക് എന്തെങ്കിലും റെമഡി തോന്നുന്നുണ്ടോ? അതോ പഴയ പേരൻറ്റിങ് രീതി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയോ? പഴയ പാരസെറ്റമോൾ തന്നെ കൊടുത്താൽ മതിയാകുമോ? എന്താണ് തോന്നുന്നത്? എന്താണ് തോന്നുന്നത്? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് വരൂ കേട്ടോ. സിമ്പതി നോക്കാം. ഓക്കെ, കുറച്ച് നാളൊക്കെ സിമ്പതി കേൾക്കും അല്ലേ? അത് കഴിയുമ്പോൾ അതും പിടികിട്ടാണ്ടായി പോകും. ചേഞ്ചസ് വരണം. അതൊന്നും ഇവിടെ ഇളകലില്ല. ഓക്കെ, സിമ്പതി ഇളകലില്ല എന്നുള്ളതായിരിക്കും. എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള ആക്ടിവിറ്റികൾ ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ ഓക്കെ, നമുക്കറിയാം, നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ പറയും, എൻ്റെ അല്ല, ഇപ്പം നമ്മുടെ കുട്ടി ഒരു 4 വയസ്സ്, അല്ലെങ്കിൽ 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സായ കുട്ടി, എൻ്റെ മോൻ ചെറിയ മോൻ, ഇവനൊന്നും ഒരിക്കലും ഒരു നമുക്കറിയാം ഒരുപാട് കുട്ടികൾ ഇപ്പം മയക്കുമരുന്ന് പോലുള്ള ഇതിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ മോൻ, ഈ ചെറിയ മോൻ, ഇവൻ എങ്ങനെ ആ അവസ്ഥയിലേക്കൊന്നും ഒരിക്കലും അവനങ്ങനെ ഒന്നും ചെയ്യില്ല. അവന് ഞാനെന്ന് വെച്ച ജീവൻ, എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചാലും ഞാനെന്ന് വെച്ച ജീവൻ, ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ, ഇതേപോലെ ഓരോ അമ്മയും അച്ഛനും സ്നേഹത്തോടെ ഊട്ടി വളർത്തി വലുതാക്കിയ മക്കൾ തന്നെയാണ് ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിൻ്റെ വിൽപ്പനയ്ക്ക് പോലും ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ 2ഉം 3ഉം തവണ പറയും, പിന്നെ വഴക്കാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്, ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു നമ്മൾ കേൾക്കാനില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് കുട്ടികൾക്ക് ഇത്രമാത്രം സ്ട്രെസ് ഉള്ളത്? അവർക്ക് വേണ്ട ഡ്രസ്സ്, ഭക്ഷണം, ഫുഡ്, വെള്ളം, എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ലേ? പിന്നെ എന്താണ് അവർക്ക് ടെൻഷൻ, സ്ട്രെസ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടികൾക്ക് അവരവരുടേതായ ഒരു ടെൻഷൻ ഉണ്ടാവും, അവരവരുടേതായ സ്ട്രെസ് ഉണ്ടാവും. പഠനവുമായി ബന്ധപ്പെട്ട്, കൂട്ടുകാരുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ പാരന്റിനോട് കുട്ടിയെല്ലാം തുറന്ന് പറയണമെങ്കിൽ ഉറപ്പായും നമ്മൾ അവരെന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. ആ രീതി നമ്മൾ പഠിച്ചില്ലെങ്കിൽ 1 തവണ പറയും, 2 തവണ പറയും, 3ാമത്തെ തവണ കുട്ടി പറയാതെ ചെയ്യും. അങ്ങനെയുള്ളൊരു
കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ഹൈഡാക്കി അല്ലെങ്കിൽ നമ്മളെ മറച്ച് ഒരു കാര്യം ചെയ്യണമെന്നൊരു കുട്ടി വിചാരിച്ചാൽ ഉറപ്പായും അതവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയധികം ടെക്നോളജി വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. നമ്മുടെ പഴഞ്ചൻ രീതി, വടിയെടുക്കലോ ദേഷ്യപ്പെടലോ അല്ലെങ്കിൽ സിമ്പതി കാണിക്കലോ കണ്ണുരുട്ടലോ ഒന്നും പരിഹാരമാകുന്നില്ല. എത്ര ദേഷ്യപ്പെട്ടിട്ടും അത് തൽക്കാലത്തേനുള്ള ഒരു പരിഹാരം മാത്രമാണാവുന്നത്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് വേണം, ഫ്രണ്ട്ലി ആവണം എന്ന് പറഞ്ഞ് നമ്മളൊരു ഫ്രണ്ട് ആകാനായിട്ട് പോയാൽ, അല്ലെങ്കിൽ ഞാനാണ് നിന്റെ ഏറ്റവും വലിയ സുഹൃത്ത്, നമുക്ക് രണ്ടുപേർക്കും ചങ്ക്സ് ആകാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറിയ ചില വാക്കുകളൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എത്ര അവർ നമ്മളെ അവരുടെ കൂടെ കൂട്ടും. ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്തോടു കൂടി നമ്മൾ പ്രതികരിക്കുന്ന രീതി കാണുമ്പോഴേ അതോടുകൂടി ഉമ്മ ഔട്ട്, നിങ്ങൾ തള്ളവൈപ്പാണ്, നിങ്ങൾ വൈക്കോളിന്ന് മക്കൾ പറയും, മനസ്സിലെങ്കിലും പറയും. ഓക്കെ, നമ്മളടുത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും. അപ്പോൾ ഫ്രണ്ട്ലി ആകണമെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ പെരുമാറേണ്ടത്, മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് ചെറുപ്പത്തിൽ തുറന്ന് പറയും. കുറച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് പറയാതെ ആയി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ പിന്നീട് വലുതാകുമ്പം നമ്മളുടെ അടുത്ത് ഇക്കാര്യങ്ങൾ തുറന്ന് പറയാത്തത്? ആ പറയാതിരിക്കാനുള്ള റീസൺ എന്താണ്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഇനിയും ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ എൻ്റെ കുട്ടി എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് തുറന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്താകണമെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. തീർച്ചയായും മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മൾക്കാകണമെങ്കിൽ, നമ്മുടെ മക്കളെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കണമെങ്കിൽ, അതായത് അവർക്ക് കരിയർ സംബന്ധമായിട്ട് നല്ല ജോലി കിട്ടണം, നല്ല വിദ്യാഭ്യാസം കിട്ടണം, നന്നായിട്ട് പഠിക്കണം, ക്ലാസ്സിൽ മിടുക്കനാവണം, നല്ല സ്വഭാവമാവണം, അച്ചടക്കം ഉണ്ടാവണം, എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു കുട്ടിയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യം മുതലേ നല്ല കേൾവിക്കാരാകണം. ഓക്കെ, അപ്പോൾ ഇനിയും വരുന്ന 30 ദിവസങ്ങളിലൂടെ നമ്മുടെ മക്കളിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സൂപ്പർമോം. നമുക്ക് പല സ്ട്രെസ്സുകളും നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഇഷ്യൂവിലുണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന പല സ്ട്രെസ്സുകളും പല ടെൻഷനുകളും പലപ്പോഴും നമ്മുടെ മക്കളുടെ അടുത്ത് പ്രകടിപ്പിച്ചു പോകുന്നുണ്ട്. ആ പ്രകടിപ്പിച്ചു പോകുന്നത് മക്കൾക്കും സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഫ്രീ ആവേണ്ടതുണ്ട്. അവ എങ്ങനെ നമുക്ക് ഫ്രീ ആകാം, എങ്ങനെ നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കാം, എങ്ങനെ മക്കളെ ഉന്നതിയിലേക്ക് എത്തിക്കാം, അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെ ചില ചെറിയ പൊടിക്കൈകൾ നമ്മൾ സാധാരണ നിലവിൽ ചെയ്തു വരുന്ന കാര്യങ്ങളോടൊപ്പം ചെറിയ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളിൽ അത്ഭുതകരമായ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ കുട്ടികൾ ലാസ്റ്റ് സെഷനൊക്കെ ആയപ്പോഴത്തേക്ക് ഫീഡ്ബാക്ക് വന്ന് പറയുകയുണ്ടായി, മിസ്സേ നിങ്ങൾ പൊളിയാണ് കേട്ടോ, നിങ്ങളെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം എൻ്റെ ഉമ്മ മാറിയിട്ടോ, ഉമ്മ വേറെ ലെവലായി, ഞങ്ങളിപ്പോൾ ഏറ്റവും നല്ല ചങ്ക്സ് ആണ്, സുഹൃത്താണ് എന്നൊക്കെ വന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ പല ബാച്ചുകളിലും കുട്ടികൾ പരസ്പരം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലാസ്സിലേക്ക് മറ്റു പലരുടെയും പാരൻസിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയുണ്ടായി. അപ്പം അത്രത്തോളം റിസൾട്ട് നമ്മളിലും നമ്മുടെ മക്കളിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സൂപ്പർമോം. തീർച്ചയായും അത്ഭുതകരമായ റിസൾട്ട് നമ്മുടെ കുട്ടികളിൽ, നമുക്കറിയാം നമ്മുടെ കുട്ടികളിൽ ചെറിയൊരു സ്വഭാവ വൈകല്യം, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ കുട്ടി ഒരു തവണ പെരുമാറിയാൽ നമുക്കുണ്ടാവുന്ന ഒരു ടെൻഷൻ, ദേഷ്യം, എന്താണ് നീ ചെയ്തത്, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് തുള്ളുന്ന, അല്ലെങ്കിൽ നമുക്ക് മനപ്രയാസം, തലവേദനയായിട്ട് നമ്മൾ കിടക്കുന്ന ആ ഒരവസ്ഥ നമുക്കറിയാം. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ടൊരു സ്വഭാവ വൈകല്യം നമ്മുടെ കുട്ടിയിലുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം? നമുക്കിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രകൃതമാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ. എന്തിനും ഏതിനും മൊബൈൽ ഫോൺ വേണം, ഫോൺ അഡിക്ഷൻ. ഈ ഫോൺ അഡിക്ഷൻ എങ്ങനെ നമ്മുടെ കുട്ടികളിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും? ഫോൺ കൊടുക്കാതിരുന്നത് കൊണ്ട് മൊബൈൽ ഫോൺ അഡിക്ഷൻ മാറുമോ? അവർ വഴക്കുണ്ടാക്കുന്നുണ്ടാവും, ദേഷ്യപ്പെടുന്നുണ്ടാവും, ചൂടാവുന്നുണ്ടാവും, എന്തിനും ഏതിനും ഇന്നത് ചെയ്താൽ, പഠിച്ചാൽ ഫോൺ തരുമോ, ഞാനത് ചെയ്താൽ ഇത് തരുമോ, സാധനം വാങ്ങിച്ചിട്ട് തന്നാൽ ഇത് തരുമോ, ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ചോദിക്കുന്നുണ്ടാവും മക്കള്, അല്ലേ, ഫോണിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പോകുന്ന സമയത്ത് തീർച്ചയായും അല്ലെങ്കിൽ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പൊടിക്കൈകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സൂപ്പർമോമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു 1 month പ്രോഗ്രാമാണ്. 12 ദിവസമാണ് സെഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക.
തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ഉച്ചയ്ക്ക് 2:30 മുതൽ 3:45 വരെ. മക്കൾ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികളുടെ എക്സാം ഒക്കെ വരികയാണ്. അപ്പോൾ എക്സാം ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇത്രയും പറഞ്ഞതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഫീസ് പറയാമോ? ഓക്കെ, പറയാം ഇൻഷ മാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എന്തെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാനുള്ള ഏതെങ്കിലും ഒരു ടിപ്പ് ഫസ്റ്റ് ചാറ്റിൽ വരുന്ന ആളുകൾക്ക് പറഞ്ഞുതരാട്ടോ. ഫസ്റ്റ് വരുന്ന ആളുകൾക്ക് വേഗം ടൈപ്പ് ചെയ്തോളി. ദേഷ്യപ്പെടാനിരിക്കുകയാണ്. കുട്ടികൾ ദേഷ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ മോൻ ഓക്കെ, ഒരെണ്ണം പറഞ്ഞുതരാമെന്ന് പറഞ്ഞേ. കുട്ടികളുടെ ദേഷ്യം എങ്ങനെ ഒഴിവാക്കാം? കുട്ടികൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ഈ ദേഷ്യപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് ചോദിച്ചിട്ടെ, എൻ്റെ കുട്ടി ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ ഉമ്മ അല്ലെങ്കിൽ ആ ഒരു പാരൻ്റ് ദേഷ്യപ്പെടുന്ന ആളാണോ? ദേഷ്യമുള്ള ആളാണോ? വേഗം വന്നോളിട്ടോ ചാറ്റ് ബോക്സിൽ. ഞാൻ ദേഷ്യപ്പെടാറേ ഇല്ല എന്ന് പറയുന്ന ആളാണെങ്കിൽ പഠിക്കാനുള്ള ഓക്കെ ദേഷ്യപ്പെടുന്ന ആളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ദേഷ്യം, നമ്മൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്? ആദ്യം നമ്മളുടെ സ്ട്രെസ് ഒഴിവാക്കുകയാണ് വേണ്ടത്. നമ്മളൊന്ന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യമില്ലാതെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് മക്കൾ എന്തെങ്കിലും പെരുമാറുമോ അല്ലെങ്കിൽ അത് വലുതായിട്ട് നമുക്ക് തോന്നുകയും നമ്മൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് നമ്മൾക്ക് സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ്, നമ്മൾ മെൻ്റലി ഫ്രീ അല്ലാത്തത് കൊണ്ടാണ്, നമ്മൾ പല പ്രശ്നങ്ങളും തലയിലിട്ട് നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രീ ആകേണ്ടതുണ്ട്. നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ ദേഷ്യം സ്നേഹമായി കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സ്നേഹമായിട്ട് അവർ നമ്മളോട് പെരുമാറുകയും നമ്മളോട് അടുപ്പം കാണിക്കുകയും നല്ല രീതിയിൽ അവരെ പല കാര്യങ്ങളും വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദേഷ്യം കുറയ്ക്കാനുള്ളത് കൂടുതലായിട്ടും നമ്മളിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ സൂപ്പർ മം പ്രോഗ്രാമിലേക്ക് വരൂ, നമ്മളിൽ എന്ത് മാറ്റം വരുത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ ദേഷ്യം മാറുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ ദേഷ്യവും താനെ ഇല്ലാതായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ മോൻ പഠിക്കാൻ പറഞ്ഞാൽ ആ കാര്യം മറക്കുക. ഓക്കെ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. മൊബൈൽ ഫോൺ അഡിക്ഷൻ, മക്കൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനുള്ള ടിപ്സ് പറയാമോ? ഉണ്ടായിരുന്നു, ഇപ്പോൾ മാറി. ഓക്കെ, ഇതിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് മക്കൾ ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ആദ്യം ജനിച്ചു വീണ സമയത്ത് അവർ ചുറ്റുമുള്ള കാര്യങ്ങൾ മുഴുവൻ ഒബ്സർവ് ചെയ്യുകയാണ്. ജനിച്ച് വീണു, നമ്മൾ ബെഡ് മേലെ കൊണ്ടുവന്ന് കിടത്തി അവരിങ്ങനെ ചുറ്റിനിങ്ങനെ നോക്കും. അപ്പോൾ നമ്മൾ പറയും, ഫാൻ നോക്കുന്നു, ലൈറ്റ് നോക്കുന്നു, കളർ നോക്കുന്നു, അതൊക്കെ നോക്കുന്നു എന്ന് പറയും. പിന്നെന്തായി? ആളുകളിലേക്കാവും ശ്രദ്ധ. ഓരോ വ്യക്തികളെയും നമ്മളെയും നമ്മളുടെ ചുറ്റുമുള്ള ഓരോ ആളുകളെയും നോക്കും. ഈ നോക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കൾ അവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. അവരുടെ സിസ്റ്റത്തിലേക്ക് അവരത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ചിരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഇത് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവർ നമ്മളിൽ നിന്ന് ചെറിയ പ്രായത്തിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് അവർ മനസ്സിലാക്കിയെടുക്കുകയാണ്. 2 വയസ്സ് വരെ അവരിങ്ങനെ ഓരോന്ന് ഒബ്സർവ് ചെയ്യും. 2 വയസ്സ് കഴിഞ്ഞു, 3 വയസ്സ് കഴിഞ്ഞു, അതങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മളിൽ നിന്ന് പഠിച്ച ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതവരങ്ങോട്ട് അപ്ലൈ ചെയ്തു തുടങ്ങും. നമ്മൾ പലപ്പോഴും ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ, തിരിച്ച് മക്കളും ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കും, ഇതിലെന്താണ് റിസൾട്ട്. അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വീണ്ടും ഇപ്പം ഒരു കാര്യം ചോദിക്കുന്നു, ഉമ്മ എനിക്ക് അത് തരുമോ? അത് തരൂല, അതില്ല മോനില്ല എന്ന് പറയും. വീണ്ടും ചോദിക്കുന്നു, ഇല്ല അത് കുട്ടിക്ക് തരൂല എന്ന് പറയും. അപ്പം എന്ത് ചെയ്യും? ആ മുട്ടായി ഇപ്പം ഇല്ല, ഇപ്പം വാങ്ങിച്ചു തരില്ല എന്ന് പറയുമ്പം ഒരു കാര്യത്തിലങ്ങ് പാസ്സാക്കും. കരയുമ്പോൾ എന്ത് ചെയ്യും? എന്നാൽ കരയുണ്ട, എന്നാ കൊണ്ടുപോയിക്കോ
അല്ലെങ്കിൽ ഈവൻ ഫീഡിങ് ടൈമിൽ മുതലേ തന്നെ കുട്ടികൾ പലതും അപ്ലൈ ചെയ്ത് തുടങ്ങും, കരച്ചിൽ തുടങ്ങും, വാശി പിടിച്ചു തുടങ്ങും. അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ മക്കൾ എന്ത് ചെയ്യും? ആ, ഉമ്മ ഒരു കാര്യം തന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? കരഞ്ഞാൽ മതി, കാര്യം നടക്കും. എന്താണ്? കരഞ്ഞാൽ മതി, ഉമ്മ ആ കാര്യം ചെയ്തു തരും, നമ്മുടെ കുട്ടി പഠിക്കും. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ പഠിച്ച് ഓരോ കാര്യങ്ങൾ ഇവർ അപ്ലൈ ചെയ്തു തുടങ്ങും. 4 വയസ്സായി, 5 വയസ്സായി, കുട്ടികള് ദേഷ്യപ്പെട്ടു തുടങ്ങും. എന്തിനു ദേഷ്യപ്പെട്ടു? എവിടുന്ന് ഇവർ ദേഷ്യപ്പെടാൻ പഠിച്ചു? ഉമ്മ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ അമ്മ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ അച്ഛൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് ഈ കുട്ടി ദേഷ്യപ്പെടാൻ പഠിച്ചു. ഇങ്ങനെ ചെറുപ്പകാലം മുതൽ ഓരോ കാര്യങ്ങളും നമ്മളിൽ നിന്ന് തന്നെ കോപ്പി ചെയ്ത് പോയി. ഇതാണ് ജീവിതം. ഇങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത്, ഇങ്ങനെയാണ് ആളുകളോട് സംസാരിക്കേണ്ടത്. ഈ കാര്യം വന്നു കഴിഞ്ഞാൽ, ഒരു കാര്യം ഉമ്മ ചെയ്തു തരത്തില്ല, അല്ലെങ്കിൽ എൻ്റെ പാരന്റ് ചെയ്തു തരത്തില്ല, അത് തരൂല എന്ന് പറഞ്ഞാൽ അത് നേടിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മളിൽ അപ്ലൈ ചെയ്ത്, അതായത് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും, എന്ത് റിസൾട്ടാണ് എടുക്കുന്നത്. കരഞ്ഞു നോക്കും, ഉമ്മ സാധനം തന്നോ, ഓക്കെ. അപ്പോൾ കരഞ്ഞാൽ തരത്തില്ല എന്ന് പറഞ്ഞ സാധനം, അല്ലെ കിട്ടില്ല എന്ന് പറഞ്ഞ സാധനം കിട്ടും. കുട്ടി അവിടെ സ്റ്റോർ ചെയ്തു. ഒരു സാധനം കിട്ടില്ലെങ്കിൽ കരഞ്ഞാൽ മതി, കിട്ടും. ചിലത് അതുപോലെ തന്നെ, ഇത് ഉമ്മയുടെ അടുത്ത് ചോദിച്ചാൽ ഉമ്മ കണ്ണ് ഉരുട്ടിയാണ് പറയുന്നതെങ്കിൽ ഇതില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷൗട്ട് ചെയ്താ പറയുന്നതെങ്കിൽ അത് കിട്ടില്ല, അത് പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഉമ്മ കിടക്കുകയാണ്, ഉമ്മ കിടക്കുന്ന സമയത്ത് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോയി ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കും. കാരണം ഉമ്മക്ക് ഫോൺ നോക്കണം, അതുകൊണ്ട് ഉമ്മ തരും. പല മക്കളും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഉമ്മ അത് സാധിച്ചു തരും. ഇല്ലെങ്കിൽ ഉമ്മ വയ്യാതെ കിടക്കുന്ന സമയത്ത് വഴക്കുണ്ടാക്കിയാൽ ഉമ്മ അത് സാധിച്ചു തരും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഉമ്മയുടെ മൂഡ് ഓക്കെ അല്ല, ഉമ്മയും ഉപ്പയും തമ്മിൽ, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണ്. ആ സമയത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും ശരി, നല്ല അടിയായിരിക്കും കിട്ടുക, വേറൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഈ സമയത്ത് സീൻ ഓക്കെ അല്ല, സീൻ കോൺട്രയാണ് എന്നൊക്കെ പറയും മക്കള്. സീൻ കോൺട്രയാണ്, അവിടെ ചോദിക്കാനേ നിൽക്കണ്ട. അപ്പൊ ഇത്തരത്തിൽ പോകുന്നു നമ്മുടെ മക്കളുടെ പെരുമാറ്റ രീതി. ചെറുപ്പകാലം മുതൽ അവർ നമ്മളിൽ നിന്ന് ഓരോ ശീലങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ ഇതേ രീതിയിൽ പോയ സമയത്ത് ഉറപ്പായും നമ്മുടെ മക്കളിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഞാൻ നിങ്ങളെ അല്ല പറയുന്നത്, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കുട്ടിയിൽ ഒരു പെരുമാറ്റ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യമുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എന്ന് പറയുന്നത് ഞാനാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ മക്കളിൽ എന്ത് പെരുമാറ്റ ദൂഷ്യമാണുള്ളത്? ദേഷ്യമാണോ, വാശിയാണോ, അനുസരണക്കേടാണോ, ഇനി അതല്ല മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണോ, മറ്റു പല കൂട്ടുകെട്ടിലേക്ക് പോയോ, അതുപോലെ തന്നെ മയക്കുമരുന്ന് പോലുള്ള സ്വഭാവങ്ങളിലേക്ക് പോയോ? അതിന് കാരണക്കാരി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അത് മാറ്റിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് വടിയെടുത്താൽ നമുക്കറിയാം, ഒരു ഡോക്ടറെ അടുത്ത് പാരസെറ്റമോൾ പലതവണ കൊടുത്ത സമയത്ത് ആ പാരസെറ്റമോൾ കൊണ്ട് മരുന്നും ആ പാരസെറ്റമോൾ കൊടുത്തിട്ട് കുട്ടിയുടെ അസുഖം മാറിയില്ലെങ്കിൽ നമ്മൾ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി മറ്റൊരു മരുന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞ പോലെ ഇതുവരെ നമ്മൾ കൊടുത്തിരുന്ന രീതി കൊണ്ട് നമ്മുടെ മക്കളിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഉറപ്പായും നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടു പോയിരുന്ന അല്ലെങ്കിൽ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പാരന്റിങ് രീതി മാറ്റേണ്ടത് അത്ര അത്യാവശ്യമാണ്. അപ്പം നമ്മളുടെ സ്ട്രെസ് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ, നമ്മളുടെ ടെൻഷൻ മൂലം നമ്മുടെ മക്കളിൽ അവർ ജനിച്ച കാലം മുതൽ നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കണ്ടുപഠിച്ച, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടുപഠിച്ച പല ശീലങ്ങളും, അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ നിൽക്കാത്തത് മൂലം മറ്റു പലരിൽ നിന്നും അവർ കണ്ടുപഠിച്ച, അല്ലെങ്കിൽ മറ്റു പല ആളുകളിലും പെരുമാറുന്നത് കണ്ടിട്ട് ഇതാണ് എന്ന് കരുതി പഠിച്ച ശീലങ്ങൾ മാറ്റിയെടുക്കാൻ ഉറപ്പായും നമ്മൾ അതിൻ്റെ ടിപ്സുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കള് നാളെ കേടായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോശമായി പോയി കഴിഞ്ഞാൽ, മറ്റൊരു പലതരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി പൂർണ്ണമായ ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ പാരൻസ് തന്നെ ആയിരിക്കും. നമ്മൾ മക്കൾക്ക് ഒരുപാട് ഡ്രസ്സുകൾ, ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഒരു പാരന്റിങ് സെഷനിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് പറയും, അതിന് ഫീസ് അധികമാണ്, അത്രയൊന്നും കൊടുത്തിട്ട് ക്ലാസ് കേൾക്കാനോ, ഞാനില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നിങ്ങളുടെ മക്കൾക്ക് ഒരു ടോയ്, അല്ലെങ്കിൽ അവരേറ്റവും കൂടുതൽ ചോദിക്കുന്ന നമ്മളോട് ഓരോരുത്തരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എനിക്ക് ഇന്ന സാധനം വേണം, ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്ന സ്കെച്ച് പെൻ വേണം, അല്ലെങ്കിൽ വലിയ സ്കെച്ച് പെൻ ഉണ്ട്, ഒരു പെൻസിൽ പോലുള്ള, അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, അത് വേണം, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന അതേ കുട്ടികൾ തന്നെ
അതേ കുട്ടികൾ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഒരു സൂപ്പർ മം എന്ന പ്രോഗ്രാം. കാരണം അവരാഗ്രഹിക്കുന്ന ഒരു പാരന്റിനെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു പാരന്റായി മാറാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സൂപ്പർ മം. ഞാൻ ഷൗട്ട് ചെയ്യുമായിരുന്നു, ഇപ്പോൾ മോൻ അനുജനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേഷ്യപ്പെടുന്ന ആളാണ്. ഉറങ്ങുമ്പോൾ വന്ന് ഫോൺ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്യുന്ന മോളുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് മനസ്സിലായി ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു കുട്ടികളാണ് നമ്മളോടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ട് വന്ന സമയത്ത് നമ്മളുടെ ടെൻഷനും സ്ട്രെസ്സും മൂലം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്ത ചില പെരുമാറ്റങ്ങളിലൂടെയാണ് അവർ ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തപ്പെട്ടതെങ്കിൽ ഉറപ്പായും ഒരു പാരന്റ് എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ കുട്ടിയിൽ ഒരു മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സൂപ്പർ മം. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്. ഒരു നല്ലൊരു പാരന്റിനെ, നല്ലൊരു അമ്മയെ അവർക്ക് സമ്മാനിക്കാനായിട്ട് സാധിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്തത്, ഏത് ലിങ്കാണോ നിങ്ങൾക്ക് കിട്ടിയത്, ആരാണോ ലിങ്ക് തന്നത് ആ ആളെ കോൺടാക്ട് ചെയ്യുക. അവരിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ ചാറ്റ് ബോക്സിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് പാരന്റിങ്ങിൻ്റെ ആവശ്യകതയുണ്ടോ? ഇനി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത്രയും കേട്ടതിൽ നിന്ന് എന്താണ് തോന്നുന്നത്? നമുക്ക് പാരന്റിങ്ങിൻ്റെ ആവശ്യകതയുണ്ടോ? അല്ലെങ്കിൽ ഒരു പാരന്റിങ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായും ശരിക്കും ഉണ്ട്. യെസ്, ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും സൂപ്പർ മം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ മക്കളുടെ ലൈഫിലും അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കി തീർക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ വിചാരിക്കുന്നത് ഒന്നുമല്ല ഒരു പാരന്റിങ്. തീർച്ചയായും ഹസ്ന റഫി മാം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇനി അതല്ല, നമ്മുടെ കുട്ടികളിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു 5G യുഗത്തിൽ നമ്മുടെ കുട്ടികളിൽ എന്തൊക്കെ ടിപ്സുകൾ ഉപയോഗിച്ച് അവരുടെ ക്യാരക്ടറിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത് ഇതിനു വേണ്ടി മാറ്റിവെച്ചത്. ഫീസ് കാര്യങ്ങൾ ഇതിൻ്റെ കോഹോസ്റ്റ് പറയും കേട്ടോ. ഓക്കെ, നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഇതിലേക്ക് നിങ്ങൾ മാറ്റിവെച്ചത്. കഴിഞ്ഞോ എന്ന് റംസിന മാം? ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഉറപ്പായും മറ്റ് സെഷനുകളിലൂടെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരു പാരന്റിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പല സെഷനുകളിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത്, ഇപ്പം നമ്മളൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് പോകുന്ന സമയത്ത് അതിന് ട്രെയിനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ LKG മുതൽ അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ പഠിച്ച് വന്ന് 10 പാസ്സായി, +1 +2 പാസ്സായി ഡിഗ്രി കോഴ്സുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ജോലിയിലേക്ക് കയറുന്നതെങ്കിൽ നമ്മുടെ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ആ കുട്ടി കേടായി കഴിഞ്ഞാൽ അതിന് കാരണക്കാരി എന്ന് ചോദിച്ചാൽ ആ ഒരു പാരന്റാണ്. ആ കുട്ടി ഏറ്റവും നല്ലതായി കഴിഞ്ഞാൽ നമ്മൾ പറയും ഞാൻ വളർത്തിയതിൻ്റെ ആണെന്ന്, അല്ലേ? അപ്പം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ ഒരു മോശം ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി തീർച്ചയായും നമ്മൾ ഓരോരുത്തരും തന്നെയായിരിക്കും നമ്മൾ വിശ്വസിക്കുക. ഓക്കെ, ഒരു പാരന്റിനെ മക്കൾ പേടിക്കുകയാണോ അതോ സ്നേഹിക്കുകയാണോ ഓർ റെസ്പെക്റ്റ് ആണോ വേണ്ടത്? പ്ലീസ് റിപ്ലൈ. രസ്ന മാം,
നല്ല ക്വസ്റ്റ്യൻ. കഴിഞ്ഞു, ഞാനിപ്പോൾ കയറിയതേ ഉള്ളൂ, കയറാൻ പറ്റിയില്ല മാം, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ രസ്നയല്ല, റഷ, ഒരു പാരൻറ്റിനെ മക്കൾ സ്നേഹിക്കുകയാണോ പേടിക്കുകയാണോ റെസ്പെക്റ്റ് ആണോ വേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്? നിങ്ങളുടെ മക്കൾ ഏത് രീതിയിലാവണമാണ് വേണ്ടത്? മക്കൾ നിങ്ങളെ പേടിക്കണോ, റെസ്പെക്റ്റോട് കൂടി പെരുമാറണോ, സ്നേഹിക്കണോ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ആണ് വേണ്ടത്. ഓക്കെ, എന്നെ സ്നേഹിക്കണം, അതോടൊപ്പം ഞാൻ പറയുന്നത് അനുസരിക്കണം. ഓക്കെ, റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തരത്തിലുള്ളൊരു റെസ്പെക്റ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഉമ്മ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക, മാറി നിൽക്കുക. റെസ്പെക്റ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എല്ലാം ഓപ്പണായി പറയില്ല, കുറച്ച് പിടിച്ചു വെക്കും, പേടി കാരണം പിടിച്ചു വെക്കും. അങ്ങനെ പിടിച്ചു വെച്ച് അല്ലെങ്കിൽ ഭയങ്കര ബഹുമാനത്തോട് ഭയഭക്തിയോട് കൂടി നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയാണോ വേണ്ടത്? ഇനി പറയൂ റഷ്യ മാം, ഇനി എന്താണ് വേണ്ടതെന്ന് പറയൂ. ലവ്, ലവ്, സ്നേഹിക്കുക. റഷ്യ മാം, സ്നേഹിക്കുക. റഷ്യ മാമിൻ്റെ റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതായത് സ്നേഹമുണ്ടാകുന്ന സമയത്ത് അവിടെ റെസ്പെക്റ്റും വരും, സ്നേഹവും വരും, വാത്സല്യം വരും, ഇഷ്ടം വരും, കെയർ വരും, സപ്പോർട്ട് വരും, എല്ലാം അവിടെ വരും. റെസ്പെക്റ്റ് ആകുന്ന സമയത്ത് അത് മുകളിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അവിടെ സ്നേഹം ഉണ്ടാകും, പക്ഷെ പ്രകടിപ്പിക്കില്ല. പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. മക്കൾ എന്നെ സ്നേഹിക്കണം, സ്നേഹത്തോടു കൂടി പെരുമാറണം എന്ന് നമ്മൾ പറയും. ഓക്കെ, സ്നേഹമുള്ളിടത്ത് റെസ്പെക്റ്റ് ഉണ്ടാവും, തീർച്ചയായും അതാണ് കറക്റ്റ്. സ്നേഹമുള്ളിടത്ത് റെസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ സ്നേഹത്തോടു കൂടി മക്കൾ പെരുമാറുകയാണ് വേണ്ടത്. ആ സ്നേഹം വരുന്ന സമയത്ത് റെസ്പെക്റ്റ് ഉണ്ടാവും, കെയർ ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും, വാത്സല്യം ഉണ്ടാവും, എല്ലാം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് മക്കൾ നമ്മളോട് പെരുമാറേണ്ടത്. അങ്ങനെ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും സൂപ്പർമം എന്ന പ്രോഗ്രാമിലൂടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു നിധിയാണ്. നമ്മളിപ്പം പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചറസ് ട്രഷർ ഹണ്ട് ആണെന്ന് പറയും, അതായത് ഒരു നിധിവേട്ടയാണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എന്നുള്ള ഒരു നിധി കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു മാണിക്യക്കല്ലിനെ നിങ്ങൾക്ക് വാർത്തെടുക്കണമെങ്കിൽ, ഒരു മാണിക്യക്കല്ലായിട്ട് നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഒരു ശില്പിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ ഒരു മരക്കഷ്ണം കൊടുത്താലും ഒരു ശില്പിയാണെങ്കിൽ അത് നന്നായിട്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെയാണോ? എൻ്റെ വോയിസ് ഓക്കെയാണോ? ഹലോ, എൻ്റെ വോയിസ് ഓക്കെയാണോ? യെസ്, ഓക്കെയാണ്. ഓക്കെ, നമുക്കറിയാം ഒരാളുടെ കയ്യിൽ ഒരു മരത്തടി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഈ ക്ലേ ഒക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു മരത്തടി കൊടുത്ത ആ ഒരാൾ, തടിപ്പണിക്കാരൻ, അതെങ്ങനെയാണോ അതിനെ വാർത്തെടുക്കുന്നത്, അതിനെ ഒരു മനുഷ്യക്കോലമാക്കുന്നു, അല്ലെങ്കിൽ ഒരു ജീവിയാക്കുന്നു, എന്തായിട്ടാണോ അതിനെ വാർത്തെടുക്കുന്നത്, അതാണ് അതിൻ്റെ പ്രൊഡക്റ്റ്, അതാണ് അതിൻ്റെ ഭംഗി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയ നമ്മുടെ ഗിഫ്റ്റ്, നമ്മുടെ കുട്ടികൾ, ആ മാണിക്യക്കല്ലിനെ നമ്മളത് മരതകമാക്കി മാറ്റുകയാണോ ചെയ്യുന്നത്, അതോ മുറ്റത്തോട്ട് വലിച്ചെറിയുന്ന കല്ലാക്കി മാറ്റുകയാണോ വേണ്ടത്, കരിങ്കല്ലാക്കി മാറ്റുകയാണോ വേണ്ടത്, അതിനേക്കാൾ താഴ്ന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുകയാണോ വേണ്ടത്, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക. അപ്പോൾ മാണിക്യക്കല്ലായിട്ട് നമ്മുടെ മക്കളെ വളർത്താനായിട്ട് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് സൂപ്പർമം എന്ന പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. നമുക്ക് മറ്റൊരു സെഷനിലൂടെ തീർച്ചയായും കാണാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളിലേക്ക് ഈ ഒരു പോസ്റ്ററുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്കുകൾ, കാര്യങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ പല ആളുകളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ച ഓരോ ആളുകൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് ഇവർ വന്ന സമയത്ത് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷങ്ങൾ. നല്ലൊരു മാറ്റം നമ്മുടെ മക്കളിലൂടെ സന്തോഷിക്കാൻ, കൺകുളിർമയുള്ള മക്കളാക്കി കാണാനും
അവരുടെ ഓരോ വളർച്ചയും കണ്ട് സന്തോഷിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷങ്ങൾ. നമുക്ക് മറ്റൊരു സെഷനിലൂടെ തീർച്ചയായും കാണാം. സൂപ്പർമാം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ സൂപ്പർമാമിലൂടെ നമുക്ക് കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. അപ്പൊ ഇത്രയും മനോഹരമായി നമ്മുടെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഹോസ്റ്റി മാമിന് സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വളരെ മനോഹരമാക്കിയതും ആക്റ്റീവ് ആക്കിയതും നിങ്ങളിൽ ഓരോരുത്തരുമാണ് അല്ലെ. എല്ലാവരും ചാറ്റിലൊക്കെ ലൈവ് ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷങ്ങൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ സൂപ്പർ മാം എന്ന ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശരിക്കും നമ്മൾ ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് അല്ലെ. അവരിലെ ഉണ്ടാവുന്ന നല്ല നല്ല നേട്ടങ്ങൾ, അവരുടെ നല്ലൊരു ഭാവിയാണ് ഓരോ പേരന്റും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കളെ ഉന്നതിയുടെ നെറുകയിൽ എത്തിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ മക്കളിൽ നമ്മളിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ മക്കളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പൊ മക്കൾ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അമ്മയാവാനോ, മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു അമ്മയാവാനോ, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു മക്കളെ വാർത്തിയെടുക്കാനും തീർച്ചയായിട്ടും സൂപ്പർമാം എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സൂപ്പർമാം എന്ന സെഷൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ടോട്ടല് 12 ലൈവ് ക്ലാസ്സുകളാണ് ഇതിൽ വരുന്നത്. തിങ്കള്, ബുധന്, വെള്ളി ദിവസങ്ങളിലായിട്ട് ഉച്ചയ്ക്ക് 2:30 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഥവാ ഇൻ കേസ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും റെക്കോർഡ് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഈ ഒരു സൂപ്പർമാം എന്ന പ്രോഗ്രാമിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. പക്ഷെ ഇന്നും നാളെയും ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് 899 രൂപക്ക് നമുക്ക് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാറ്റ് ബോക്സിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണോ ജോയിൻ ആയിട്ടുള്ളത് ആ ഗ്രൂപ്പിന്റെ അഡ്മിനെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ കെയർ ഓഫിൽ നിന്നാണോ ലിങ്ക് കിട്ടിയിട്ടുള്ളത് അവരെ കോൺടാക്ട് ചെയ്താലും കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പൊ നമ്മുടെ സെഷൻ എടുത്ത ഹോസ്റ്റി മാമിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും വീണ്ടും നന്ദി അറിയിക്കുന്നു. അപ്പൊ മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.